മൈ ചാനൽ. അപ്പോൾ ഞങ്ങളെന്നുള്ളത് നമ്മളെ ഷിബിയുടെ വണ്ടിയുടെ എക്സോസ് വർക്ക് ചെയ്യണം ചേട്ടൻ്റെ അവിടെയാണ് കേട്ടോ. നമ്മൾ ജസീമിൻ്റെ വണ്ടി പൊളിക്കാൻ പോവുകയാണ്. ജസീമിൻ്റെ വണ്ടിയിൽ എഞ്ചിൻ അടിച്ചു പോയി, എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. അങ്ങനെ എഞ്ചിൻ ഊരി മാറ്റി പുതിയ എഞ്ചിൻ വയ്ക്കാൻ പോവുകയാണ്. ചിലരിത് കാണുമ്പോൾ സന്തോഷിക്കും, ചില അലവലാദികൾ. അപ്പോൾ ഇതിൻ്റെ കഥ എന്താ? ഇതാണ് നമ്മളെ പാച്ച് വെൽഡിങ് എല്ലാം ചെയ്യുന്ന ചേട്ടനാണ് കേട്ടോ നമ്മളെ. ഇതിപ്പം ജസീമിൻ്റെ വണ്ടി ഫ്രണ്ട് ഇളകുന്നതിൻ്റെ കാര്യം ബമ്പർ മാത്രം ഇളക്കുന്നതാണ്. ജസീമിൻ്റെ ഒരു ഫോഗ് ലാമ്പ് നമ്മൾ മേടിച്ചു കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സാധനം നമ്മൾ മേടിച്ചു ജസീമിന്. ഇതാണ് ഫോഗ് ലാമ്പ്. ഇത് മറ്റേ നമ്മുടെ വൈറ്റ് യെല്ലോ മിക്സ് വരുന്ന സാധനമാണ് കേട്ടോ. പിന്നെ ഇത് ലോ ബീമും ഹൈ ബീമും എല്ലാം നമുക്ക് വണ്ടിയിൽ കണക്ട് ചെയ്യാൻ പറ്റും, എല്ലാം കൂടെ വരുന്ന സാധനമാണ്. ഓൾമോസ്റ്റ് 5 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഓൺലൈൻ വഴി എടുത്തതാണ് നമ്മളൊരു ഫ്രണ്ട് മുഖേന. ഈ സാധനം ഇന്നലെ എത്തി. നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം രാവിലെ സാധനം എത്തി. ഞങ്ങൾ വന്ന് പറഞ്ഞേ ഹരിത്തിനെ തൂക്കിക്കൊണ്ടാണ് വന്ന് വയറ്റണ വഴിക്ക്. കാരണം ഇത് സെറ്റ് ചെയ്യണമല്ലോ, ഇവനെ കൊണ്ട് ഇളക്കി. സൈസ് കട്ട് ഇതിൻ്റെ ഇത് വാഗണറിൻ്റെ സൈസ് കട്ടാണ് കേട്ടോ. ഈ സൈസ് കട്ടാണ് നമ്മൾ സെന്നിൽ വയ്ക്കുന്നത്. കട്ട് ചെയ്ത് ചെറുതാക്കിയാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ബമ്പർ ഇളക്കാതെ പ്ലാൻ അതാണ്. കാരണം ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ക്ലാമ്പ് ഇതിൽ സൂട്ട് ആകത്തില്ല. അപ്പോൾ വേറെ ക്ലാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചേട്ടൻ്റെ അടുത്ത് വന്നത്. കാരണം ഇത് അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉണ്ട് ഈ സാധനം, ഫോഗ് ലാമ്പ് കേട്ടോ. കുറച്ച് വെയിറ്റ് ഉണ്ട് സാധനം. അപ്പോൾ ഇത് നമ്മുടെ ബമ്പറിൽ വെക്കണമെങ്കിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് ക്ലാമ്പ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാനോ, അല്ലെങ്കിൽ ഇത് ഇത്രയും 5 രൂപ 6 രൂപ വിലയുള്ള സാധനമാണ്. ഇത് പോയി കഴിഞ്ഞാൽ പോയതാണ്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബമ്പർ ഇളക്കുന്നത്. ചേട്ടൻ നല്ലൊരു കട്ടിക്ക് ഒരു ക്ലാമ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇളക്കി അതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസീം ബമ്പർ ഇളക്കാനുള്ള പരിപാടി നിൽക്കുകയാണ്. പിന്നെ ചേട്ടൻ ഇവിടെ പാച്ച് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യും. ആർക്കെങ്കിലും പാച്ച് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഇനി ഇളക്കിയിട്ടാണ്. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വണ്ടി സെന്ന് പണിതത് 1 ലക്ഷം രൂപയ്ക്ക് പണിതു, അങ്ങനെയാണ് പറ്റിച്ചു, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെന്തുമാത്രം സത്യാവസ്ഥ ഉണ്ട്, കാര്യങ്ങൾ എന്താണെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല കേട്ടോ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ 2 സൈഡും കേൾക്കണം. അപ്പോൾ ഇത് പണി എടുത്ത ആൾ എന്ത് കണ്ടീഷനിലാണ് വണ്ടി പണിതതും, അല്ലെങ്കിൽ വണ്ടി കൊടുത്തപ്പോൾ ഏത് കണ്ടീഷനിലായിരുന്നെന്നും, വണ്ടി പണിത് വന്നപ്പോൾ എത്ര രൂപ ആയെന്നുള്ളതൊക്കെ നമ്മളെല്ലാം അറിഞ്ഞിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്. കാരണം നമുക്കറിയില്ല ഇതിൻ്റെ ഇടയിൽ എന്താണ് പറ്റിയെന്നുള്ളത്. അവർ തമ്മിലുള്ള ഡീലാണ്. വണ്ടി കൊടുത്തപ്പോൾ എന്ത് കണ്ടീഷനിലാണ് കൊടുത്തതെന്നും, എത്ര എസ്റ്റിമേറ്റ് ഇട്ടാണ് വണ്ടി കൊടുത്തതെന്നും, വണ്ടി പണിതിറങ്ങിയപ്പോൾ എത്ര രൂപ ആയതെന്നും ഒന്നും നമുക്കറിയത്തില്ല. ഇത് പുള്ളിക്കാരൊരു വീഡിയോ ഇട്ടു, എൻ്റെ വണ്ടി ഇങ്ങനെ ഇന്നടത്തൊരു പണിതു, എന്നെ പറ്റിച്ചു, എന്നിട്ട് കുറച്ച് വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. നീ വേണമെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം പണിതാൽ മതി, ഇല്ലെങ്കിൽ വണ്ടി വീട്ടിൽ ഇട്ടാൽ മതി. ഇതിൻ്റെ ഇടയിൽ എന്താണ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. ഇത് എന്താണെന്നുള്ള പ്രോപ്പറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞതിന് ശേഷം വേണം ആ 2 പേരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ അറിഞ്ഞത് വെച്ച് ഈ അല്ലമീൻ എന്ന് പറയുന്ന പുള്ളിക്കാരനെ ഒരുപാട് ഫോൺ കോൾസും തെറിയും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മറ്റേ ഈ സൈബർ ബുള്ളിങ് പോലെ പുള്ളിക്കാരനെ ഫോൺ വിളിച്ച് തെറി വിളിക്കലും ബഹളമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് എന്താണെന്നുള്ളത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി വെച്ചതിന് ശേഷം വേണം 2 പേരെയും കുറ്റപ്പെടുത്താനായിട്ട്. ഈ പറഞ്ഞ പോലെ എനിക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇത് വണ്ടി കൊടുത്തത് എങ്ങനെയാണെന്നോ, അല്ലെങ്കിൽ എത്ര രൂപയാണെന്നോ, ഇത് ആരാണ് പറ്റിക്കപ്പെട്ടതാണെന്നോ, ഇത് ആരാണ് വീഡിയോ ഇട്ടതെന്നോ, ഈ 2 പേരെ എനിക്കറിയില്ല. ബട്ട് ഞാൻ ഇത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഭയങ്കര ന്യൂസായിട്ട് നടക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ് ഞാൻ ഇത് ജസ്റ്റ് പറയുന്നത് നിങ്ങളടുത്ത്. നമ്മൾ അറിഞ്ഞൂടാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പോകരുത്. ഇൻ കേസ് ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 2 സൈഡും അറിയുക. ആ ആരുടെ ഭാഗത്താണ് തെറ്റ്, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക. അല്ലാതെ ചുമ്മാ ഇപ്പം എൻ്റെ അക്കൗണ്ടിലായ പോലെ എനിക്കൊരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞ് എൻ്റെ അക്കൗണ്ടിൽ കയറി എന്നെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ. തെറി വിളിയാണ് മെയിനായിട്ട്. ഇപ്പം ഈ അറിയാലോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്നെ ഇഷ്ടമില്ലാത്ത ഒരാൾ എനിക്കൊരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അവൻ മൂട്ടി വിടും. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് 2 സൈഡും അറിഞ്ഞതിന് ശേഷം വേണം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കാനും ബഹളം വയ്ക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ അലമീൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരന് ഒരുപാട് തെറി വിളിയൊക്കെ വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്കിത് പ്രോപ്പറായിട്ടൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പുള്ളിക്കാരൻ കേസ് കൊടുത്തെന്നോ എന്തൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല കേട്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതാ ബമ്പർ ഇളക്കി. അതുകൊണ്ട് ഇതൊക്കെ ഇളക്കി സിമ്പിളായിട്ട് അതിനൊന്നും ചെയ്യേണ്ട. അത് അവിടെ ദ്രവിച്ചു പോയോണ്ടാണ്. അവിടെ സ്റ്റേ ഇല്ല, ഇവിടെ ഒരു സ്റ്റേ ഇല്ല. 10ന്റെ ഇത് വെച്ചിട്ടേ അതാണ് അടിച്ചു കളയണം. അതാണ് എനിക്ക് ഈ പീസ് ചെയ്താൽ കൊള്ളാം. കുറച്ചും കൂടെ പീസ് ഒന്ന് കിട്ടും. അത് വാങ്ങിയിട്ട് 2 സൈഡിൽ 2 പീസ് നമുക്ക് ഈ പീസായിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലേ? പീസ് മാത്രമേ വാങ്ങിക്കാൻ കിട്ടുമോ? കിട്ടും. ശരിയില്ല, ഈ സ്പോട്ട് അടിച്ചാൽ കിട്ടാതെ ഈ പീസ് മാത്രമായിട്ട് സ്പോട്ട് വെച്ച് നിനക്ക് ബമ്പർ കുറച്ചും കട്ട് ചെയ്യാം.
നീ ജയ് മാത്രം വിളിച്ചു ഈ പീസ് ഉണ്ടാന്ന് ചോദിച്ചാണ് ചോദിച്ചോട്ടെ. വണ്ടി ഫ്രണ്ട് ബമ്പർ ഇളകിയിട്ടുണ്ട്. ജെസിമിൻ്റെ വണ്ടി എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. അപ്പോൾ ഇനി ബമ്പറിൽ നമ്മൾ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. പക്ഷേ ജെസീമിൻ്റെ വണ്ടി പണിത് നമ്മൾ തൊലച്ച്. ജെസീം അതിൻ്റെ പൈസ പോയി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചുമ്മാ അനാവശ്യമായിട്ട് നമുക്ക് അറിഞ്ഞൂടാത്ത കേസിൽ കയറി ഇടപെടാതെ അതെന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം അതിന് ഉത്തരം പറയാൻ നിൽക്കുക, അല്ലെങ്കിൽ കാര്യം പറയാൻ നിൽക്കുക. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതിനെപ്പറ്റി എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ രണ്ട് സൈഡും കേൾക്കുന്നുണ്ട്. പുള്ളിക്കാർ ഒന്ന് പറയുന്നത് അവനെ പറ്റിച്ചു എന്ന്, 1,00,000 രൂപയ്ക്ക് വണ്ടി പണിത് പറ്റിച്ചു എന്ന് പറയുന്നത്. വണ്ടി എടുത്ത പുള്ളിക്കാരനും ടീംസും പറയുന്നത് എന്താ പറയുക, വണ്ടി ഇങ്ങനെ എസ്റ്റിമേറ്റ് പറഞ്ഞെടുത്ത് റേറ്റ് എടുത്ത വണ്ടിയാണ്. വണ്ടി ആകെ ജഡമായിരുന്നു. ചെയ്തു വന്നപ്പോൾ തന്നെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങിയിട്ടാണ് വണ്ടി പണിതത് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വണ്ടി പുള്ളിക്കാരെ സന്തോഷത്തൊക്കെ എടുത്തുകൊണ്ട് പോയതെന്നൊക്കെ എന്തൊക്കെ കഥ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല, ഈ പറഞ്ഞ പോലെ ഇത് സത്യമാണോ കള്ളമാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ എന്താണെന്നുള്ളത് ബാക്കി അവർ തമ്മിൽ തീരുമാനിക്കട്ടെ. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം, ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തവർക്ക് ഈ പറഞ്ഞ ജസ്മിൻ വണ്ടിയുടെ എൻജിൻ ഊരി മാറ്റി വേറെ എൻജിൻ വയ്ക്കുക, അവൻ്റെ ക്ലാമ്പ് സെറ്റ് ചെയ്യുക. ഈ ഹോള് ഇതിന് കട്ട് ചെയ്ത് മാറ്റുക. നീ കില്ലാടിയാണ്. നീ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തനാടാ ഹരിത്തെ? ഹരിത്തില്ല നമ്മൾ എന്ത് ചെയ്തനല്ലേ? മറന്നു വേടാ ഡയലോഗ്. ഹരിത്തെ നീ ഒരു കില്ലാടിയാണ്. അതെ ഇങ്ങനെ ലീവ് എടുപ്പിച്ചു നമ്മൾ ഫോഗിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പറഞ്ഞ വഴിക്ക് കൊടൈക്കാലിൽ നിന്ന് പറഞ്ഞ വഴിക്ക് നിലവിൽ തൂക്കിക്കൊണ്ടു വന്നിരുന്നത്. അപ്പോൾ ഫോഗ് ലാമ്പിൻ്റെ പൊസിഷൻ ചെയ്താണ് കേട്ടോ. ഇങ്ങനെ വരും. ഇതാണ് ഫോഗ് ലാമ്പിൻ്റെ പൊസിഷൻ. ഇത് വേണമെങ്കിൽ സാമ്പിൾ ഇട്ട് കണ്ട് ഇവിടേക്ക് ഒന്ന് ഇത് ഈ റൗണ്ട് കൊണ്ട് ലെവൽ ചെയ്യണം. ആ ഹോൾ ഓക്കെ ഉണ്ടോ? അത് ഏകദേശം പക്ക. എന്നിട്ട് വേണമെങ്കിലേ ഇവിടെ നോക്കി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പിന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞുതരാം. ഇത് ഫുള്ള് മാസ്ക് ചെയ്തിട്ടേ ഒരു ബ്ലാക്ക് ഇത് മൊത്തം ബ്ലാക്ക് ചെയ്താൽ പോലെ. ഇത് മാത്രം ഇതിന്റെ അകം മാത്രം എന്തൊക്കെയോ ഉമ്മാര് പറയണേ, എനിക്കൊന്നും ചെയ്ത് കഴിയുമ്പോൾ അവസാനം ചെയ്ത് കഴിയുമ്പോൾ കാണാം. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ ബാക്കി ഇനി ക്ലാമ്പ് ചെയ്യാൻ പോകണം ചേട്ടാ. ക്ലാമ്പിൻ്റെ വർക്ക് തുടങ്ങി അവിടെ നമ്മൾ ഫോഗ് ലാമ്പിൻ്റെ ഹോള് എല്ലാം കട്ട് ചെയ്ത് നല്ലൊരു ഷേപ്പ് ചെയ്ത് വെച്ച് കേട്ടോ. ഈ സൈഡ് നല്ലപോലെ കട്ട് ചെയ്ത്. ഹരിത്തില്ലായിരുന്നെങ്കിൽ ശരി, നീ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേട്ടാ ഹരിത്തെ? എൻ്റെ ലീവ് പോയി, അതിൻ്റെതല്ലേ കാണിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ചേട്ടൻ ക്ലാമ്പിനുള്ള കാര്യങ്ങളെല്ലാം ചേട്ടനോട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഫോഗ് ലാമ്പിൽ സെറ്റ് ചെയ്യാനുള്ള ക്ലാമ്പെല്ലാം സെറ്റ് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോകുന്നു. ബാക്കി വേറെ ഹരിത്തിൻ്റെ പക്ക വേറുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇതാണ് കേസ്. ഇപ്പോൾ ഇതിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇതാണ് എൻ്റെ പൊസിഷൻ ഇതാണ് കേട്ടോ. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിത് ക്ലാമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഈ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഈ മേളിൽ ഈ 2 ക്ലാമ്പും അടിയിൽ ഇതായി ഇവിടെ ഒരു ക്ലാമ്പുമാണുള്ളത്. ഇത് കണക്കാക്കി ഇവിടെ നിന്ന് ഒരു പട്ട ഇങ്ങനെയും ഇവിടെ നിന്ന് ഒരു പട്ട നല്ല കട്ടുള്ള ഒരു പട്ട ഇവിടെയും ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഇങ്ങനെ വി ആയിട്ട് ഇവിടെ ഒരു ക്ലാമ്പും കൊടുക്കാനാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു വി ക്ലാമ്പും വരും, ഇവിടെ നിന്ന് ഇങ്ങനെ മേളിലോട്ട് 2 ക്ലാമ്പും വരും. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ സാധനം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ സാധനത്തിന് വെയിറ്റ് ഉണ്ട് അത്യാവശ്യം. ഈ പറഞ്ഞ പോലെ നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. അപ്പോൾ അത് മാക്സിമം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേ പറ്റുള്ളൂ. സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളകി പോകത്തില്ല. അതുകൊണ്ടാണ് തന്നെ അങ്ങനെ ക്ലാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പറഞ്ഞത് ഈ 2 ക്ലാമ്പ് ചെയ്യുക, ഇവിടെ ഒരു വി ക്ലാമ്പ് ചെയ്യുക, ബെറ്റർ അതായിരിക്കും കേട്ടോ. ഈ പ്രത്യേകിച്ച് ഈ ഫോഗ് ലാമ്പ്. അപ്പോൾ അതാണ് പ്ലാന്. ക്ലാമ്പ് സെറ്റ് ചെയ്യാൻ ചേട്ടനുണ്ട്. ഇതുണ്ടോ? ഇത്ര ഡിസ്റ്റൻസിൽ വരും. ഇതുണ്ടോ? ഇത് മതി. ഡ്രില്ലിംഗ് മെഷീൻ കരുതണം എപ്പോഴും. ഞാൻ വാങ്ങിയില്ല. ഞാനും ഹരിത്തും കൂടെ വെള്ളം മേടിച്ചിട്ടില്ലാന്ന് വിചാരിച്ച് നമുക്ക് വിശക്കുന്നു, ഒന്നും കഴിച്ചതുമില്ല. എന്തെങ്കിലും മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാനും ഹരിത്തും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. കാശ് വണ്ടി ഇടാ
സ്ഥലം പറഞ്ഞപ്പോൾ കൊടുക്കണ്ട, സ്ഥലം നമുക്ക് വർക്ക് കൊണ്ടുവന്നാൽ ഇത് നമ്മൾ പറഞ്ഞുതരാം. ക്ലാമ്പ് എല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ നമ്മൾ. സ്ട്രോങ് ആണ്, കാണാൻ വലിയ രസമല്ല, നമ്മൾ പഴയ പട്ടയൊക്കെ ഇട്ടാണ് സെറ്റ് ചെയ്തത്. പക്ഷേ സാധനം സ്ട്രോങ് ആണ് കേട്ടോ, അങ്ങനെയുള്ള കണ്ട അതുപോലെ കുറച്ച് വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ മേലെ നിന്ന് ഡയറക്റ്റും താഴെ ഒരു വീയും കണ്ടോ സെറ്റ് ചെയ്ത്. ഒത്തിരി സെറ്റ് ചെയ്തിട്ട് ബാക്കി വയറിങ് ജസ്റ്റിന് വീട്ടിൽ പോയിട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. നമ്മൾ സുനീറെണ്ണം വന്ന് സുനീറിൻ്റെ വണ്ടിയിൽ കുറേ പാച്ചുണ്ട്, നമ്മൾ ചേട്ടനാണ് കേട്ടോ. മൊത്തം പാച്ചൊക്കെ ഉണ്ട് അവിടെയൊക്കെ കണ്ടോ, പാച്ച് മൊത്തം ചെയ്യാണ്ട്. അപ്പോൾ പാച്ചെല്ലാം ചെയ്ത് ഈ വണ്ടി മൊത്തം വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഉണ്ടാവും, അത് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ബാക്കി ഇനി ഇത് സെറ്റ് ചെയ്യാം, സെറ്റ് ചെയ്തിട്ട് ബാക്കി എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഓക്കെ, ബമ്പർ സെറ്റ് ചെയ്ത് സാധനം ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ബാക്കി ജസ്റ്റ് മേടിച്ച് നിന്നിട്ട് ഇളക്കിൻ്റെ കപ്ലറും കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട്. അപ്പോൾ ജസ്റ്റ് ബമ്പറിനൊന്നും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബമ്പർ സെറ്റ് ചെയ്ത് കേട്ടോ. ഇനി ചെന്നിട്ട് ജെസിമിൻ്റെ അവിടെ ചെന്ന് അതിൻ്റെ കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ആ നമ്പറിൽ അയച്ചാൽ അപ്പോൾ നമ്മൾ വീടെത്തി. ജെസിം വന്ന് സ്വിഫ്റ്റ് എടുത്ത് തൊള്ളിയിട്ടിട്ട് വണ്ടി അകത്ത് കയറ്റി ആ ബമ്പർ ഊരിയിട്ട് ഇനി അടുത്ത ഹറ്റ് വരും. ഇതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫോഗ് ലാമ്പിൻ്റെ നമ്മൾ ഇലക്ട്രീഷ്യൻ എന്തൊക്കെയാണ് മേടിച്ചെന്ന് പറയാ. നമ്മൾ ഫ്യൂസ് മേടിച്ച് ഉറക്കെ പറ. ഫ്യൂസ് മേടിച്ച് ഇങ്ങനെ ജസീമിനെല്ലാം പ്രോപ്പർ ആയിരിക്കണം. ഫ്യൂസൊക്കെ വേണം, വണ്ടി കത്തരുത്. നമ്മളെ വണ്ടിയൊക്കെ ഇടയിൽ കത്തണുണ്ട്. പിന്നെ നല്ലൊരു സ്വിച്ച് മേടിച്ചിട്ടുണ്ട്. ഡാഷിൻ്റെ ഇയർന്ന് തന്നെ പിയാനോ സ്വിച്ച് പറഞ്ഞാൽ അവനെ ആഡ് ചെയ്യാൻ വേണ്ടി അത് തന്നെ മേടിച്ച്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ഒച്ച കേൾക്കുമ്പോൾ ബമ്പറിലായി കളിക്കും. അതുകൊണ്ട് കപ്ലർ ഇട്ട് കൊടുത്ത് അതാകുമ്പോൾ ഇവന് ഊരിയാൽ അല്ലെങ്കിൽ ഇൻസുലേഷൻ ഓരോണം ഊരണം. ടേപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഷോർട്ട് വന്നാൽ അത് ബുദ്ധിമുട്ട്. പിന്നെ ഫോറമിൻ്റെ നല്ല വയർ ചെയ്യാനുള്ള തന്നെ ഗേജ് കൂടിയത്. എന്താണ് അവസ്ഥ? പെനനില്ലെങ്കിൽ കത്തും. ഇവിടെ 2 ലൈൻ ത്രൂ കൊടുക്കും, ബാക്കിയെല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ഇടുമ്പോൾ ഈ പ്ലഗിന്റെ സാധനം കുറച്ച് നീളത്തിന് ഇട്ടേക്കെ. ബമ്പർ ഊരി വെച്ചാലും ഈ ബമ്പർ ഊരി താഴെ നിന്നാലും വലിയരുത്, വയർ വലിയരുത്. ഞാൻ ഇപ്പം ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇൻഡിവിജ്വൽ ആയിട്ട് കണക്ഷൻ ഇടാതെ ഇതിൽ നിന്ന് ഫുള്ള് ലൈനങ്ങ് വിട്ടിട്ട് ഒരെണ്ണത്തിൽ മാത്രം കപ്പിൾ ഇട്ടെങ്കിൽ അത് രണ്ടും കൂടെ ഒറ്റ കണക്ഷൻ ആക്കി അടിച്ചു പോകില്ല. കത്തണമെങ്കിൽ എന്നെ വിളിച്ചേ 101 അല്ല 112. എടാ വീഡിയോയിലുണ്ടേ പ്രൂഫ്. മൊത്തം ഞാൻ നിന്ന് കത്തിക്കഴിഞ്ഞു ഞാൻ ആരെ വിളിക്കേ. സർവീസ് നമ്പർ ഉണ്ട്. ഇന്നലത്തെ സാധനം അടിച്ച് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നു. എന്താണ് അവൻ നിന്ന നിപ്പില് അവരെ അറിയാല്ല. അവൻ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവൻ ആസ്ട്രേലിയ പോകും. അവൻ എന്നിട്ട് അവൻ ഇങ്ങനെ കാര്യം പഠിക്കും. മനസ്സിലായി ഇവന് ഒന്നാം ജന്മന അവന് കിളിയില്ല. ഒന്നാമത്തെ കേസ് പിന്നെ ഇത് ചെയ്യണവരെ തന്നെ അവനെ പൊക്കി പറ. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്ന് പറയും. അപ്പൊ മാറ്റിക്കൊണ്ട് വീണ്ടും തെറ്റി ഹരത്ത് വേറെ മുറക്കെ ചെയ്യണമായിരുന്നു. അവൻ ഇനി ഇതിന്ന് പയ്യ നൈസായിട്ടാണ് ചെയ്യുക. കാരണം ഫ്യൂസൊക്കെ കണക്ഷനൊക്കെ കൊടുത്ത് ഇതിനകത്തുണ്ടോ കൂറ കയറാം. കച്ച 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 ഡാഷിനടി കമ്പനി കയറാണ്ടാവോ ഉദ്ദേശിക്കുന്ന മണ്ട ആടാ. അത് തുറന്ന് വെച്ചോണ്ടിരിക്കുന്ന കാലിൽ ഇടിയും കിട്ടി. അതങ്ങനെ വരുന്നത് ഇല്ലെങ്കിൽ വാങ്ങിക്കാൻ നമുക്ക് പോയി. നമ്മൾ വയറിങ് ചെയ്ത കേട്ടോ. ഇതിപ്പോൾ ഈ ചെയ്യിക്കുന്നതിൽ ഇത് നമ്മുടെ ഡിമ്മും ബ്രൈറ്റിൽ കൊടുക്കാനുള്ള കണക്ഷനും ഇത് നമ്മൾ ഫോഗിന് കണക്ഷൻ കേട്ടോ. അതായത് നമ്മൾ വൈറ്റ് യെല്ലോ മിക്സും പിന്നെ ഇത് നമുക്ക് ഡിമ്മും ബ്രൈറ്റിൽ കൊടുക്കാനുള്ളതാണ്. ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷനിൽ നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ ഒറ്റ കപ്ലറാക്കിയിട്ട് ഇപ്പുറത്തു നിന്നുള്ള കണക്ഷനും ഈ കണക്ഷൻ കൊണ്ട് ജോയിൻ ചെയ്തു കണ്ടോ. ഈ കണക്ഷനും ഈ കണക്ഷൻ കൊണ്ട് ജോയിൻ ചെയ്തെടുത്തു. എന്നിട്ട് ഇത് നമ്മൾ മെയിനായിട്ട് ഇതിൽ കൊടുക്കും. മെയിൻ നമ്മുടെ ഫോഗിൻ്റെ കണക്ഷൻ. ഇത് നമ്മുടെ ഇത് ഹെഡ്ലൈറ്റിനല്ലടാ, ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ പോകും. ഇത് ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ പോകും. കറക്റ്റായിട്ട് കുറച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം തീർന്നു. അടുത്ത ലാസ്റ്റ് ഘട്ടത്തിലാണ് ഹരിക്ക്. ടൈപ്പിംഗ് പെട്ടെന്ന് വെറുതെ വെക്കേണ്ടായിരുന്നല്ലേ.
എല്ലാം ഓഫ് ഇട്ടേക്കാണ് മെയിനാണ് കൊടുത്തേക്കുന്നത് എല്ലാം ഓഫ് ആണ് ഇപ്പം നിങ്ങൾക്ക് താക്കോലിട്ടേലും ഓക്കെ. ബാക്കി ഇനി ബമ്പറും കൂടെ കണക്ഷൻ കൊടുത്ത് ബമ്പറും കൂടെ എടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഏകദേശം വർക്ക് കഴിഞ്ഞു കേട്ടോ. ഈ പറഞ്ഞ ലൈനെല്ലാം കറക്റ്റായിട്ട് വരച്ച് വിട്ടിട്ട് അതും കൊടുത്ത് ബമ്പറിൻ്റെ അടി കൂടെ എടുത്തത് കേട്ടോ. ഇവിടെ എല്ലാം പ്രോപ്പറായിട്ട് ഇത് അതിൻ്റെ മോഡ്യൂളും ടൈപ്പ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി എന്താ ഏകദേശം വണ്ടി ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഇനി ബമ്പർ സെറ്റ് ചെയ്യാന്നുള്ള പരിപാടി. കപ്ലറിൻ്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബമ്പർ സെറ്റ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞാൽ തീർന്നു പരിപാടി. ഏകദേശം സാധനം സെറ്റ് ചെയ്ത് ഈ ലെവലിൽ പൊങ്ങി പോകണം. എങ്കിലേ നിനക്ക് ആ ഒരു ഈ കാറ് മാറുമ്പോഴേ ഏതൊരു അടിക്കുമെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാം അടിച്ചാൽ കളിയാ. ഓക്കെ, ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തേ. ചോറിൽ കൊണ്ടുപോകാതെ ബസ് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ അതാ സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. വെളിയിറങ്ങുമ്പോഴേ രസം ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞു കേട്ടോ. അതാ ഫോഗ് ലാമ്പ് രണ്ടും സെറ്റ് ചെയ്ത് കാട്ടി അതിൻ്റെ ഡിമ്മും ബ്രൈറ്റും എല്ലാം കൊടുത്ത് കേട്ടോ. എല്ലാം കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഫോഗ് ലാമ്പിന് ഏകദേശം 5000 രൂപയാണ് വില വരുന്നത്. കൊറിയർ ചാർജ് ഉൾപ്പെടെ. കൊറിയർ ഉൾപ്പെടെ ഈ 5 രൂപയല്ലേ? 5,100. കൊറിയർ ഉൾപ്പെടെ 5,100 കേട്ടോ. ക്യാമറ എന്തുമാത്രമായിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ അടിപൊളി സാധനം ഷോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം സെറ്റ് ചെയ്തത് നമ്മളെ ഹരിത്താണ്. ഹരിത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ മൂഞ്ചിയനെ. ഹരിത്തും കടവും ജസീമുമാണ്. അപ്പോൾ ഹരിത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ മൂഞ്ചിയനെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി അടുത്ത നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. നെക്സ്റ്റ് വീഡിയോ ഇനി എന്താണെന്നുള്ള ഏതൊരു വണ്ടി ചെയ്യണ്ടല്ലോ നമുക്ക്. ജുബാദിൻ്റെ പിന്നെ ഒരു സെന്ന് ഫുൾ വാച്ച് വർക്കുണ്ട്. ആ വണ്ടിയുടെ വീഡിയോ ഉടനെ വരും. പിന്നെ ജുബാദിൻ്റെ വണ്ടിയുടെ വീഡിയോ വരും. അപ്പോൾ വർക്കുകളേ ഉള്ളൂ. അപ്പോൾ ഇനി കണ്ടിന്യൂസ് വീഡിയോ വരുന്നതായിരിക്കും എന്നൊക്കെ പറയും. പെരുമഴ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ അത് ഇന്ന് ഹരിത്ത് പറ ഔട്ട്രോ. സത്യമായിട്ട് ഇത് എത്ര രസം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ക്യാമറ കിട്ടുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അടിപൊളിയാട്ടോ, നൈസായിട്ടുണ്ട്. ഹരിത്താണ് എല്ലാത്തിനും തലവൻ.